ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസം, പ്രവൃത്തി, കൃപ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസവും പ്രവൃത്തിയും ഒന്നാണ് എങ്കിൽ അവന് ദൈവത്തിൽ നിന്നും കൃപ ലഭിക്കും എന്നതിന് നമ്മൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ്. ക്രൈസ്തവ രക്ഷാ സിദ്ധാന്തത്തിൽ പരസ്പര ബന്ധമുള്ള 3 പ്രധാന തത്വങ്ങളാണ് വിശ്വാസം, പ്രവൃത്തി, കൃപ എന്നിവ. വ്യക്തികളായും സമൂഹമായും ഇവയുടെ പൂർണ്ണ അർത്ഥത്തിൽ സ്വയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുമ്പോൾ രക്ഷയുടെ വളർച്ചയിലാകുന്നു. ആഴമായ വിശ്വാസവും സമൃദ്ധിയായ ജീവനും സൗജന്യമായ ദൈവകൃപയും നിറയുന്ന മനുഷ്യനിൽ നിന്നുത്ഭവിക്കുന്ന പ്രവർത്തനങ്ങൾ അവനെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ട് ചെന്നെത്തിക്കുന്നു. ഇപ്രകാരം ഇവ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മാത്രമല്ല, തുടക്കത്തിലും ലക്ഷ്യത്തിലും ദൈവാഭിമുഖ്യത്തിലുള്ള ഒന്നാണ് ക്രിസ്തീയ ജീവിതമെന്ന് ഇവിടെ വെളിപ്പെടുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാകേണ്ടത് ഇനി അടുത്തത് വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവെന്ന് ഇബ്രായ ലേഖൻ 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യാശിക്കുന്നവയെക്കുറിച്ചുള്ള ഉറപ്പും കാണാത്തവയെക്കുറിച്ചുള്ള ബോധ്യവുമാണ് വിശ്വാസമെന്ന വിവർത്തനം കൂടുതൽ വ്യക്തമാകുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ആയതിനാൽ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചുള്ള നമ്മുടെ ഭാഗികമായ അറിവോ പൂർണ്ണമായ അറിവില്ലായ്മയോ ആണ്. അത് വിശ്വാസത്തിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നും നമുക്ക് ഏവർക്കും അറിയാം. വിശ്വാസത്തിൻ്റെ പരിണിത ഫലമായ പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമാണ് എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ൽ വിവരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിച്ച് സഭയുടെ പിതാക്കന്മാർ മുഖാന്തരം വെളിപ്പെടുത്തി തന്നിട്ടുള്ള ലിഖിതവും അഖിലിതവുമായ നമ്മുടെ സന്തതികൾക്കും നമുക്കും കൈമാറി കിട്ടിയിട്ടുള്ള സത്യങ്ങളാണ് പാരമ്പര്യ വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വ്യക്തിയായും സമൂഹമായും യാഥാർത്ഥീകരിക്കുമ്പോൾ പാരമ്പര്യ വിശ്വാസം നമുക്ക് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുന്നുണ്ട്. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിൽ നശിച്ചു പോകുന്ന വിശ്വാസമല്ല, പരിശുദ്ധാത്മ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിൽ പൂർണ്ണ സമർപ്പണം നടത്തുകയാണ് ഹൃദയംഗമായ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്നത് വിശദീകരിക്കുവാൻ പാടില്ലാത്തതിൽ നിന്നും ലളിതമായതിലേക്കുള്ള മനസ്സിൻ്റെ നയിക്കലാണ് എന്ന് അലക്സാന്ദ്രിയയിലെ ക്ലിമ്മീസ് പറയുന്നു. ദൈവം തന്നെയാണ് വിശ്വാസത്തിൻ്റെ വിഷയമെന്ന് കൈസരിയയിലെ വെസേലിയോസ് പറയുന്നു. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ ദൈവവചനമാണ് വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ സഭയാണ് വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് കാതോലിക്ക സഭകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അടുത്തതാണ് പ്രവൃത്തി. വിശ്വാസം ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ അത് പ്രവൃത്തിയായി അവനിൽ നിന്നും നിർഗമിക്കും. ധാർമ്മിക വ്യഗ്രത ഉളവാകുന്നതാണ് വിശ്വാസം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നുവെന്ന അപ്പോസ്തലന്റെ പഠിപ്പിക്കൽ ഇതിനോട് ഒക്കുന്നു. അതായത് യാക്കോബ് ശ്ലീഹായുടെ പൊതുലേഖനം 2-ാം അധ്യായം 26-ൽ ഇങ്ങനെ പറയുന്നു: ഏത് നന്മ പ്രവൃത്തിയിലും വിശ്വാസമാകുന്ന ജീവനില്ലെങ്കിൽ ശോഷിച്ച കാലുകൾക്ക് തുല്യമാണെന്ന് മാബൂഗിലെ വിശുദ്ധ പീലക്സിനോസ് പറയുന്നതായും അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3:8-ലും ലൂക്കോസിന്റെ 3:8-ലും പറയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ആഹ്വാനവും ദൈവമഹത്വത്തിനായി തങ്ങളുടെ നല്ല പ്രവൃത്തികൾ ഉണ്ടാവണമെന്നും മത്തായി 5:16-ൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം യഥാർത്ഥമായി ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-ൽ പറയുന്നുണ്ട്. കർത്താവിനെ പഠിപ്പിക്കലും പ്രവൃത്തിയുടെ
പ്രാധാന്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് നമുക്ക് എവർക്കും അറിയാം. തൻ്റെ ലേഖനങ്ങൾ എത്ര തന്നെ വേദശാസ്ത്ര പ്രാധാന്യമുള്ളതായിരുന്നാലും എല്ലാ ലേഖനങ്ങളുടെയും അവസാനം ക്രിസ്തീയ സന്മാർഗ ജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനം ഇല്ലാതെ വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉരക്കൽ ആണ് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹയുടെ അടിസ്ഥാന പ്രമാണം എന്ന് നമുക്ക് ഏവർക്കും ആ ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇനിയും ഉള്ളത് കൃപ. ദൈവ കൃപ ഒരു വ്യക്തിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസവും അവൻ്റെ പ്രവൃത്തിയും ഒന്നായിരിക്കണമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൈവം മനുഷ്യനോട് കാണിക്കുന്ന നിരുപാധികമായ പ്രീതിയാണ് കൃപ എന്നും നമുക്ക് ഏവർക്കും അറിയാം. പ്രവൃത്തി, നിയമം, പാപം ഇവയൊക്കെയും കൃപയുടെ നിയന്ത്രണ ഘടകമല്ല. എന്നാൽ തന്നെയും നമ്മളുടെ പ്രവൃത്തിയും നമ്മുടെ വിശ്വാസവും ഒരുപോലെ ആണ് എങ്കിൽ നമുക്ക് കൃപ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കൊക്കെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പാപം എന്ന് പറയുന്നത് 10 കൽപ്പന ലംഘിക്കുന്നതോ സഭയുടെ 7 കൽപ്പന ലംഘിക്കുന്നതോ ഒക്കെയാണ് എന്ന്. എന്നാൽ അത് പാപമല്ല എന്നല്ല പറയുന്നത്. എന്നാൽ നമ്മൾ യഥാർത്ഥ ഏറ്റവും വലിയ പാപം ചെയ്യുക എന്നത് നാം ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നതാണ് ഏറ്റവും വലിയ പാപം. അതിൽ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം വചനം വായിച്ച് മനസ്സിലാക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിനായി നമുക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കാം. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.